സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച അവിടെ പ്രതിപക്ഷ നേതാവ് വരുന്നുണ്ട്. സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച രമേശ് ചെന്നിത്തല വരുന്നുണ്ട്, കെ രമ വരുന്നുണ്ട്, പിന്നീട് കെ സുരേന്ദ്രൻ വരുന്നുണ്ട്. INTUC എന്താ ഈ സമരത്തിൽ ഇല്ലാത്തത്? പ്രതിപക്ഷ നേതാവും കോൺഗ്രസും സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിന്റെ ട്രേഡ് യൂണിയൻ സംഘടനയായ INTUCക്ക് ഈ സമരത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ സ്മൃതി? എനിക്കറിയില്ല. ഒറ്റ വാചകം ഞാനത് വായിക്കാം. സമരങ്ങൾക്ക് ഞങ്ങൾ എതിരല്ല, സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ ആശാവർക്കർമാർ ഇപ്പോൾ നടത്തുന്ന സമരത്തിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് യോജിക്കാൻ INTUCക്ക് കഴിയില്ല. ഏത് നേതാവാണ് പറഞ്ഞത്? ചന്ദ്രശേഖർ. INTUCക്ക് ബോധ്യമാവാത്ത, CITUവിന് ബോധ്യമാവാത്ത ഒരു സമരം എന്ന നിലയിൽ തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. ഈ 26,125 ആളുകൾക്കും നിലവിൽ കൊടുക്കുന്ന ഒണറേറിയം 21,000 വർദ്ധിപ്പിക്കുക എന്നതാണ് അവരുടെ ആവശ്യം. അതെന്തായാലും നടക്കാൻ പോകാത്തൊരു സാഹചര്യമാണ്. കാര്യം നിലവിൽ 13,500 രൂപയാണ് പരമാവധി കിട്ടുന്നത്. അതിൽ 21,900 ആളുകൾക്കും 10,000-നും 13,000-നും ഇടയിൽ ഓണറേറിയം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ മാസത്തെ കണക്ക് ഉദ്ധരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ 85 മുതൽ 87% ആളുകൾക്കും 10,000-നും 13,000-നും ഇടയിൽ ഓണറേറിയവും ഇൻസെന്റീവും അടക്കം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ കേരളത്തിന്റെ ഷെയർ എത്ര, കേന്ദ്രത്തിന്റെ ഷെയർ എത്ര എന്നുള്ളതാണല്ലോ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. കേരളത്തിൻ്റേത് നമ്മൾ പലതവണ പറഞ്ഞതുപോലെ കേരളത്തിൻ്റേത് ഓണറേറിയം എന്ന നിലയിൽ 7,000-ഉം ഇൻസെന്റീവുകളുടെ എല്ലാം കൂടെ കൂട്ടി 2,200-ഉം അങ്ങനെ 9,200-ഉം കേന്ദ്ര സർക്കാരിന്റെ ബാക്കിയുള്ള വിഹിതവും ചേർത്താണ് 13,500 രൂപ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് പരമാവധി കിട്ടുന്ന 13,500-ൽ 9,200 രൂപയും സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ്. ഓണറേറിയവും അതേപോലെ വിവിധ സ്കീമുകളിലെ ഇൻസെന്റീവുകൾ എന്ന നിലയുമാണ്, പെർഫോമൻസ് ബേസ്ഡ് ഇൻസെന്റീവ്സ് എന്ന നിലയിലുമാണ്. ആ നിലയിൽ കേരളം കൊടുക്കുന്ന 7,000 യഥാർത്ഥത്തിൽ NHM നാഷണൽ ഹെൽത്ത് മിഷന്റെ ചട്ടപ്രകാരം കൊടുക്കേണ്ടതുണ്ടാവും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. അശ്വിനി കുമാർ കൊടുത്തിരിക്കുന്ന, അതായത് 2019 ലോക്സഭയിൽ കൊടുത്തിരിക്കുന്ന ഉത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നാഷണൽ ഹെൽത്ത് മിഷനിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള വിഹിതം 60-40 എന്നിങ്ങനെയാണ് ഇൻസെന്റീവ് പ്രകാരം കൊടുക്കുന്നത്. കേന്ദ്ര സർക്കാർ 1,000 കൊടുത്താൽ 1,000 ഇൻസെന്റീവ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ അതിൽ 600 രൂപ കേന്ദ്ര സർക്കാരും 400 രൂപ സംസ്ഥാന സർക്കാരും കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ NHM മിഷൻ പ്രകാരം 2,000 രൂപയാണ് കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ പരമാവധി കേരളം കൊടുക്കേണ്ടത് 800-ഉം കേന്ദ്രം കൊടുക്കേണ്ടത് 1,200-ഉമാണ്. ഈ സാഹചര്യത്തിലാണ് കേരളം നിലവിൽ 9,200 രൂപ ഓണറേറിയവും ഇൻസെന്റീവുമായി കൊടുക്കുകയും ഏകദേശം ബാക്കിയുള്ള തുക 13,500-ൽ ബാക്കിയുള്ള തുക മാത്രം കേന്ദ്ര സർക്കാർ ഇൻസെന്റീവും ആയി കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. എന്നാൽ അതേസമയം കേന്ദ്രം ഭരിക്കുന്ന ഏജൻസികളും കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളും തുടർച്ചയായിട്ട് സമരപ്പന്തലിലെത്തി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുമ്പോൾ അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അത് നമ്പർ 1. നമ്പർ 2, അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷം എത്തുകയും പ്രതിപക്ഷത്തിന്റെ ട്രേഡ് യൂണിയന് മറ്റൊരു കാഴ്ചപ്പാട് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ തുറന്നു പറയേണ്ടതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഇതിനെ ഒരു രാഷ്ട്രീയ സാധ്യതയായിട്ട് മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഇത് സമരം ചെയ്യുന്ന ആശാവർക്കർമാരിൽ ചിലർ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിലെ രാഷ്ട്രീയ വിഷയമായി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നിലപാട് ഉണ്ടാവുന്നില്ല. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷത്തെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായി നമുക്ക് കിട്ടേണ്ട 636.88 കോടിയാണ് ആരോഗ്യ മേഖലയിലെ വിവിധ മേഖലകളിൽ കോ ബ്രാൻഡിങ്ങിന്റെ പേരിൽ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് 2023-24 ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആ തുകയിൽ ഒരു നിശ്ചിത വിഭാഗം ഈ ആശാവർക്കർമാരുടെ ഇൻസെന്റീവായിട്ട് കൊടുക്കാനുള്ള തുക കൂടിയാണ്. ഇത് നിയമസഭയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യമാണ്. ഇത് പക്ഷേ JP നദ്ദ നിഷേധിച്ചു. അതിനാണ് ഇപ്പോൾ അവകാശ ലംഘന നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. 636.88 രൂപ ആരോഗ്യ മേഖലയിൽ മാത്രം കേന്ദ്ര സർക്കാർ കൊടുക്കാനുണ്ട്. ഇനി മൊത്തം സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താലോ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ 90,000 കോടിയുടെ കുറവാണ് ഈ ബഡ്ജറ്റിൽ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും കാണാതെ കേവലം കേരള സർക്കാരിനെ മാത്രമായി കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമരം എന്ന രീതിയിൽ കൂടി അതിനെ കാണുന്നുണ്ട്, കാണേണ്ടതാണ് എന്ന് തന്നെയാണ് എന്റെ പക്ഷം. അതേസമയം INTUC പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്, അതായത് പ്രതിപക്ഷ തൊഴിലാളി സംഘടനയായ INTUC പറയുന്ന ഒരു ആർഗ്യുമെന്റ് കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. യഥാർത്ഥത്തിൽ ഈ സമരം ചെയ്യേണ്ടിയിരുന്നത് അവരെ തൊഴിലാളികളാക്കി മാറ്റുക എന്ന ആവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ടാണ്. ഇപ്പൊ അടിസ്ഥാന ശമ്പളം നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞല്ലോ, LDFന്റെ പ്രകടന പത്രികയിൽ ഇങ്ങനെയല്ല പറയുന്നത് കേട്ടോ. മിനിമം വേജസ് ആക്കണം എന്നാണ് പറയുന്നത്. മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ ആര് വരില്ല? ആശാവർക്കർമാർ വരില്ല. അപ്പോൾ LDFന്റെ പ്രകടന പത്രികയിൽ ആശാവർക്കർമാർക്ക് 700 രൂപ കൊടുക്കാമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പകരം എന്താ? മിനിമം വേജസ് 700 രൂപയാക്കി മാറ്റണമെന്നാണ്. ഒരു കോളത്തിലാണ് അത് പറയുന്നത്, ഒരു ഖണ്ഡികയിലാണ് അത് പറയുന്നത്. പക്ഷേ മിനിമം വേജായി 700 രൂപ ഇവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരെ വേജ് ഏൺ ചെയ്യുന്ന എംപ്ലോയീസ് ആയിട്ട് പ്രഖ്യാപിക്കണം. പക്ഷേ എംപ്ലോയീസ് ആയിട്ട് പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ നിലവിൽ NHMന്റെ സ്കീം പ്രകാരം കേന്ദ്ര സർക്കാരിനെ കഴിയൂ. ഞാൻ പറയുന്നത് അടിസ്ഥാനമായി ആശാവർക്കർമാരെ രാജ്യവ്യാപകമായി അവർ 5 വർഷത്തിൽ കൂടുതൽ തുടർച്ചയായി പണി ചെയ്യുന്നവരാണ് പലരും. അവർ ഇതിനകം തന്നെ അവർ അർഹരാണ് കേന്ദ്ര സർക്കാരിൽ മിനിമം അറ്റൻഡർ തസ്തികയിലെങ്കിലും നിയമിക്കപ്പെടാൻ. അങ്ങനെയാണെങ്കിൽ 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ നടപ്പാക്കിയ പശ്ചാത്തലത്തിൽ 23,000 രൂപ പ്രതിമാസം അവർക്ക് ശമ്പളം തന്നെ കിട്ടും. എല്ലാ അവധിയോടും കൂടിയുള്ള ശമ്പളം കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യമാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. അന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ ഒരു സ്കീം വന്നു. പ്രസിഡന്റ്, ഞാൻ റൂൾ 1 കൊടുത്തിട്ട് ആഴ്ച 1 മന്ത്രി ആഴ്ച 1 സിക്കിമിൽ കിട്ടുന്നത് 6,000 രൂപയാണ്.
ഏറ്റവും വലിയ വേതനം കിട്ടുന്നതെന്ന് കാരണം പറഞ്ഞിട്ട് ആ രേഖകൾ സഭയിൽ സമർപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് 10 ദിവസമായിട്ട് അന്ന് സഭയിൽ കൊണ്ടുവരാതെ മുങ്ങി നടക്കുന്ന കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സിക്കിമിന്റെ കാര്യത്തിൽ നേരത്തെ ഒരു കണക്ക് പറഞ്ഞു. പക്ഷേ സിക്കിമിന്റെ കാര്യത്തിൽ ഏറ്റവും ഒടുവിലിറങ്ങിയിരിക്കുന്ന കണക്ക് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് 11/3/2025 വന്നിരിക്കുന്ന കണക്ക് പ്രകാരം സിക്കിം കൊടുക്കുന്ന തുക മന്ത്ലി ഫിക്സഡ് ഓണറേറിയം ഓഫ് 6,000 ഡിസ്ബേഴ്സ്ഡ് ഫ്രം സ്റ്റേറ്റ് ഫണ്ട് എന്നാണ്. റീസെന്റ്ലി ഗവൺമെന്റ് ഓഫ് സിക്കിം അനൗൺസ് ഹൈക്ക് ഇൻ ഫിക്സഡ് ഓണറേറിയം ഫ്രം 6,000 to 10,000. അത് ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല എന്നാണ് NHMന്റെ മിഷൻ ഡയറക്ടർ കത്ത് കൊടുത്തിരിക്കുന്നത് എന്നാണ് നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെ അവകാശ ലംഘന നോട്ടീസ് അത് ഉന്നയിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും പാലക്കാട് MLAയും നൽകിയിട്ടില്ല എന്നുള്ളതും നമ്മുടെ മുന്നിലുണ്ട്. ഇനി കോൺഗ്രസ് ഭരിക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ കൂടി ആ കണക്കെന്ന് പറയാം. ഹിമാചൽ പ്രദേശിൽ 5,720 ആണ് ഓണറേറിയം, കർണാടകയിൽ 6,000 ആണ് ഓണറേറിയം, തെലങ്കാനയിൽ 6,750 ആണ് ഓണറേറിയം, കേരളത്തിൽ 7,000 പ്ലസ് 2,400 9,400 രൂപയാണ് കേരളത്തിന്റെ സ്റ്റേറ്റ് ഫണ്ടിൽ നിന്ന് ഇൻസെന്റീവായിട്ടും ഓണറേറിയമായിട്ടും കൊടുക്കുന്നത് എന്ന കണക്ക് കൂടി നമ്മുടെ മുന്നിലുണ്ട്. കർണാടക സമരം ചെയ്തു, 5 ദിവസം സമരം കഴിഞ്ഞപ്പോൾ 10,000 കൂട്ടിക്കൊടുത്തു. കേന്ദ്ര സർക്കാരിന്റെ ഇൻസെന്റീവ് ഉണ്ടോ? അല്ല, ഓണറേറിയത്തിന്റെ മൊത്തം എത്രയാണ് കൊടുക്കുന്നത്? ഓണറേറിയം 10,000 ആക്കി എന്നാണ് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. 6,000 സ്റ്റേറ്റ് ഫണ്ടും ഇൻസെന്റീവും അടക്കമല്ലേ ഈ പറയുന്ന 10,000 കൊടുക്കുന്നത്. അതേസമയം കേരളത്തിൽ എത്രയാണ് കിട്ടുന്നത്? 13,500. സ്റ്റിൽ കേരളം മുൻപിലാണ്. 13,500 പരമാവധി കിട്ടുന്നു. ആ കിട്ടുന്നവരുടെ എണ്ണം നമ്മുടെ മുന്നിൽ വളരെ കൃത്യമായി കഴിഞ്ഞ മാസത്തിന്റെ കണക്ക് വെച്ച് ഡിസംബറിൽ ലഭിച്ച ഓണറേറിയം വെച്ച് പറയുന്നത് 1,097 പേർക്ക് 13,000 മുകളിൽ കിട്ടിയിട്ടുണ്ട്. 21,900 പേർക്ക്, അതായത് 85% ആശാ വർക്കർമാർക്കും 10,000 13,000 ഇടയിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 10,000 മുകളിൽ ആശാ വർക്കർമാർക്ക് ഓണറേറിയമോ ഇൻസെന്റീവോ ആയിട്ടോ കൊടുക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. സർക്കാരിന്റെ കാലത്ത് അവസാനം 700 രൂപയായിരുന്നല്ലോ. അതാണല്ലോ പിന്നീട് പടിപടിയായി വർദ്ധിപ്പിച്ച് 1,000 എന്നിങ്ങനെ ഓരോ വർഷമായിട്ട് ഓണറേറിയം വർദ്ധിപ്പിച്ചു വന്നത്. ആ സാഹചര്യത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിനുള്ള മൊത്തം ഗ്രാന്റ് കേന്ദ്രത്തിൽ 90,000 കോടി രൂപ കുടിശ്ശിക വരുത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കേരളം കടന്നു പോകുന്നത്. ഇവിടെയല്ലേ ന്യായമായ ആവശ്യമല്ലേ ഇവരെ തൊഴിലാളികളായി പരിഗണിക്കുക എന്നുള്ളത്? സ്മൃതിയുടെ ആവശ്യമല്ലേ, എന്റെ ആവശ്യമല്ലേ, നമ്മുടെ എല്ലാവരുടെയും ആവശ്യമല്ലേ? പക്ഷേ അവരെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഓണറേറിയം കൂട്ടിക്കഴിഞ്ഞാൽ ഇത് നടക്കുമോ എന്നുള്ള കാര്യം. അങ്ങനെ കേരളത്തിൽ മാത്രമായിട്ട് ഓണറേറിയം മറ്റു സംസ്ഥാനങ്ങളിൽ സമരം ചെയ്ത ഓണറേറിയത്തിന് വേണ്ടിയാണ്. INTUC എന്താ സമരം ചെയ്തത്? കാര്യമില്ല. CITU ഹരിയാനയിലും പശ്ചിമ ബംഗാളിലും നടന്ന സമരം അവരിപ്പോഴും കൊടുത്തിരിക്കുന്നത് എന്താ? CITUയുടെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് എന്താ? അവരെ തൊഴിലാളികളായി പരിഗണിക്കണം എന്നുള്ളതാണ്. അവരെ തൊഴിലാളികളായി പരിഗണിക്കുമ്പോഴല്ലേ മിനിമം വേജസ് ആക്ടിൽ 700 എന്ന കണക്ക് വരൂ. മിനിമം വേജസ് ആക്ടിൽ അവർ അർഹരാക്കണ്ടേ?